ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ആദില നൂറ. ഇതിലേതാണ് ആദില ഏതാന്ന് നൂറ സത്യം പറഞ്ഞാൽ അറിയില്ല. രണ്ടിനും എപ്പോഴും ഒപ്പാണ് കാണുന്നത്. ഇതിലേതോ ഒന്നാണെന്ന് തോന്നുന്നു, കാരണം താഴത്ത് ഓരോ രണ്ടാളെയും ഫോട്ടോ ഉണ്ട്. ഒഫീഷ്യൽ ട്രോൾ എന്നുള്ള പേജിലാണ് ഈ വീഡിയോ കണ്ടത്. ഏതാണ് വീഡിയോ കണ്ടോക്കാം. ഉമ്മ ഉപ്പ ഇവർ ചെയ്തത് ശരി. നമ്മൾ കാണുന്ന ഈ ദുനിയാവൊന്നും അല്ല, ലോകം വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇവര് പറഞ്ഞതോ. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഈ ലോകം മാത്രമല്ല, ഇതുപോലെ തന്നെ വേറൊരു ലോകവും കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, പറയൂ, അതാണ് ഇനി കേൾക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പുതിയൊരു ഇൻഫർമേഷൻ പ്രകാരം ഈ എർത്തിന്റെ പോലെ തന്നെ വേറൊരു എർത്തും ഉണ്ട്. മന്ദബുദ്ധി. ഞാൻ ആരെങ്കിലൊക്കെ മീമിടുമ്പോൾ മന്ദബുദ്ധി അല്ലെങ്കിൽ മൊയന്ത് ഇതൊക്കെ ഒരു ആളയക്കമാണെങ്കിൽ ഇതിന്റെ ഫോട്ടോ വെച്ചോ. നമ്മൾക്ക് വേണ്ടത് പഠിച്ച റബ്ബിന്റെ തുണയാണ് മക്കളെ. അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? അതിപ്പോ എല്ലാവർക്കും അറിയില്ലേ. തുണിയാണെന്നാ? തുണിയല്ല, തുണ. മൊണ്ണത്തരം ഭാര്യ വിതറ റീച്ച്. ഇതിപ്പോ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ? റീച്ച് കിട്ടാമെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യണോ? വേറെ എന്തൊക്കെ പണിയുണ്ട്? ഈ പൊട്ടത്തേര എന്തിനാ പറയണേ? അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളെ പറ്റി എന്താ പറയണേ? ഇവളെ ഏതായാലും സ്വർഗത്തിലെ ഫസ്റ്റ് സൊഫില് ഇവൾക്കുണ്ടാവും, ഇവളെ ഒപ്പം ലോൽക്കുണ്ടാവും. രണ്ടാം സ്വർഗത്തിലെ ഫസ്റ്റ് സൊഫില് പഠിച്ചോന്ന് എന്തായാലും ഒന്ന് നേരത്തെ ഉണ്ടാവും. ആണാണ് കല്യാണം കഴിച്ച് പെണ്ണിനെ ആണിന്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ പെണ്ണിന്റെ അമ്മയും അച്ഛനും വിഷമുണ്ടല്ലോ, പക്ഷെ ഇവിടെ ആണിന്റെ അച്ഛനും അമ്മയ്ക്ക് വിഷമുണ്ടോ? അത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. സ്വാഭാവികമായിട്ട് കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പാരന്റ്സിനും അതുപോലെ തന്നെ വീട്ടിലെ ആളുകൾക്കും സങ്കടം തോന്നാം. ഉണ്ടാവത്തില്ല, കാരണം അവരാൺ എവിടെയും പോകുന്നില്ല. അവർ ആ പെണ്ണിന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, അവരാൺ എവിടെയും പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനാണെങ്കിൽ ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ആണിന്റെ വീട്ടിൽ നിൽക്കരുത്, പെണ്ണ് പെണ്ണിന്റെ വീട്ടിൽ നിൽക്കരുത്. ഇവർ രണ്ടും വേറെ താമസിക്കണം. രണ്ടാളും പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ച് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം. ഓക്കെ, ഒരു വീടൊക്കെ വെച്ച് താമസിക്കണം. ബാക്കി കേൾക്കാം, അതിനുശേഷം ഞാൻ പറയാം. ഇതേ വിഷമം ഈ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്ക് അനുഭവിക്കണം, അതേ വിഷമം ആണിന്റെ അച്ഛനും അമ്മയ്ക്ക് അനുഭവിക്കണം. അങ്ങനെയല്ലേ വേണ്ട സിസ്റ്റം. ആ മനസ്സ് നോക്കടാ. പെണ്ണിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വിഷമം ആണിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കണം. ഇതൊക്കെയാണ് മനസ്സ്. ഒന്നാമത്തേത് പെര വെക്കാന്നുള്ള കാര്യം, അല്ലെങ്കിൽ വീട് വെക്കാന്നുള്ള കാര്യം. പൊന്നെ മോനെ, വീട് വെക്കാന്നുള്ള വലിയ പരിപാടിയാണ്. ഇവിടെ 40-45 വയസ്സായിട്ടും വീട് പണി കംപ്ലീറ്റ് ആവാത്ത കുറേ ആളുകളുണ്ട്. അപ്പോഴാണ് ഇവൻ പറയുന്നത്, ഇത് കല്യാണം കഴിഞ്ഞ അപ്പം തന്നെ ആണും പെണ്ണും വേറെ. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നടക്കുക കാലം ഓൻ്റെ അടുത്ത് അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നടക്കും, നല്ല കാര്യമാണ്. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ചെങ്ങായിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന്റെ ചെലവ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കല്യാണം ഒരു ദിവസത്തെ കല്യാണം എന്നല്ല, 2 ദിവസം 3 ദിവസം 4 ദിവസം അങ്ങനെയൊക്കെ കല്യാണം. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് പുതിയ പെരിയും പാടിയും വെച്ചും പോയാൽ സൂപ്പറായിക്കണം. പൈസ ലെവല് ചെയ്തോട്ടെ, ഇവൻ ചിലപ്പോൾ ചോദിക്കാറ്, അതറിയില്ല. പിന്നെ ഇവൻ പറയണ കാര്യമാണ്, പെണ്ണിന്റെ വീട്ടിലെ അതേ വിഷമം ആണിന്റെ വീട്ടിലും, അതായത് പാരന്റ്സ് ഇല്ല വിഷമം ആണിന്റെ വീട്ടിലും ഉണ്ടാക്കുന്നില്ലേ. പൊന്നു മോനെ, വിഷമം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? എടോ, ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിഷമം ഉണ്ടാവും. പക്ഷെ സന്തോഷമുള്ള നിമിഷമുണ്ട്. അതായത് പെണ്ണ അവിടെ ചെന്നിട്ട് പറയാണ്, ഫോൺ കോൾ ചെയ്യാണ്, ഞാൻ അവിടെ ഹാപ്പിയാണ്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ അടിപൊളിയായിട്ട് ജീവിച്ചു പോകണു എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. പാരന്റ്സ് പിന്നെ എന്താ വേണ്ട? ആ പെണ്ണിന്റെ കാര്യം സേഫായി. ഇവന് പറയണത് എന്താ വെച്ചാല്, രണ്ടാർക്കും വിഷമം വരണം. എന്തിനാടാ വിഷമം വന്നിട്ട്? സന്തോഷമില്ല വരണ്ടടാ മരമൊണ്ണേ. ഇത് ആണ് കല്യാണം കഴിക്കുന്നു, ആണ് പെണ്ണിനെ ആണിന്റെ വീട്ടിൽ കൊണ്ട് താമസിക്കുന്നത്. ഇവിടെ അവരെ മോള് പിരിഞ്ഞ സങ്കടത്തിലാണ് ഈ ആരുടെ പെണ്ണിന്റെ അച്ഛനും താമസിക്കുന്നത്. ഇവിടെ ഈ ആണിന്റെ അമ്മയ്ക്ക് അച്ഛനും എന്താ വിഷമമുള്ളത്? മകന് വിഷമല്ല, മകന് അത്ര പ്രയാസം ഉണ്ട് എന്ന് ആരും ചിന്തിക്കുന്നില്ല. അതാണ് കല്യാണത്തിന് അത്ര ചെലവ് വരും. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലോ ചെലവ് എന്താ? ഇവൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. ഇവന് ആണല്ലേ, ഇതൊന്നും അറിയൂലേ. മകൻ എവിടെയും പോകുന്നില്ല, മകൻ കെട്ടിക്കൊണ്ട് വരുവാണ് ചെയ്തത്. അതൊരു ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ആരും ചിന്തിക്കാത്ത കാര്യമാണ്. ഇവന് മാത്രമുള്ളത് ചിന്തിച്ചിട്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോ അവർ സ്വന്തമായിട്ടൊരു വീട് താമസിക്കട്ടെ. അപ്പൊ ഇതേ വിഷമം അവർക്ക് അവരുടെ മകൾ പോയി വിഷമോ, ഇവിടെ മകൻ പോയ വിഷമോ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആരും ചിന്തിക്കത്തില്ല. ഇവൻ വീടുണ്ടാക്കിയിട്ട് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇവൻ കെട്ടണ്ട. അതേ കാര്യം ഏറ്റവും നല്ലത്.